തന്നെ. ആമേൻ. എല്ലാവരും സ്ഥാനത്തിരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിനെ ദൈവദാസൻ, മറ്റെല്ലാ ദൈവവിശ്വാസികൾ, വിവിധമായ മാധ്യമങ്ങളുടെ ദൈവജനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവ് നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മളിന്ന് പകൽക്കാലം വായിച്ച് കേൾക്കുവാനിടയായിത്തീർന്നു. പ്രത്യേകിച്ച് 79 സങ്കീർത്തനം എന്ന് പറയുന്ന പ്രാരംഭ തലക്കെട്ട് തന്നെ പറയുന്നു, ഇതൊരു ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ആസാഫ് എന്ന് പറയുന്ന ആ ഒരു സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 13 വാക്യം വരെ വായിക്കുമ്പോൾ 3 തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന 3 തരത്തിലുള്ള നിലവിളികളെ, അല്ലെങ്കിൽ 3 തരത്തിലുള്ള ദൈവമക്കളുടെ നിലവിളികളെ കാണുവാൻ സാധിക്കുന്നു. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള വേദഭാഗം എന്ന് പറയുന്നത് ദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കിയ ജനം, സത്യം ഉൾക്കൊള്ളുവാൻ കഴിയാതെ സ്വയമായി വിളിച്ചു വരുത്തിയ ശാപങ്ങളുടെ അകത്തുള്ള നിലവിളി. ഒന്നുകൂടെ പറയാം. 1, ദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ആ ജനം സത്യം ഉൾക്കൊള്ളുവാൻ കഴിയാതെ സ്വയമായി വിളിച്ചു വരുത്തിയ ശാപങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളതായ നിലവിളി. People who clearly understood the God but were unable to accept the truth brought upon themselves curses. അപ്പോൾ ഓർക്കണം, ഒന്നാമത്തെ ഭാഗം 1 മുതൽ 6 വരെയുള്ള ഭാഗത്തിൽ നിലവിളിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ചില പ്രത്യേകമായ ശാപങ്ങൾ കുടുംബത്തിൽ വലിച്ചു വരുത്തിയ ഒരു കൂട്ടം ജനം. അത് പ്രവാചകനായി നിന്നുകൊണ്ട്, നമുക്കറിയാം ആസാഫിനെ പറ്റി ഒരു പ്രവചന ശബ്ദമുണ്ട്. ആസാഫിനെ ഒരു സംഗീത പ്രമാണിയായി മാത്രം നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോൾ, പക്ഷെ യേശു കർത്താവ് ഒരിക്കൽ ഈ ആസാഫിനെ പറ്റി പ്രവാചകൻ എന്ന് വിളിക്കുവാനിടയായി. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ മത്തായി സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യം. ഈ ആസാബ് ഒരിക്കൽ 78-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യം അത് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അതൊരു പ്രവാചകൻ പറഞ്ഞു എന്ന് യേശു കർത്താവ് പറയുവാനിടയായി തോന്നുന്നു. ഞാൻ അതിൽ ഒരൊറ്റ വാക്യം എന്നെ സ്പർശിക്കുവാനിടയായി തോന്നുന്നു. എന്തുകൊണ്ട്? പുറമേ ഒരു പ്രവാചകനല്ല, പക്ഷെ യേശു കർത്താവിനെ പ്രവാചകൻ എന്ന് വിളിച്ചു. എന്തുകൊണ്ടാ? ഞാൻ ഈ വിഷയത്തെ പറ്റി നമ്മൾ ആഴമായി ചില വിഷയങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ദൈവസഭയ്ക്കകത്ത് 5 വിധമാകുന്ന ശുശ്രൂഷകൾ ദൈവമക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 ശുശ്രൂഷകൾ ദൈവദാസന്മാർക്ക് മാത്രം നിക്ഷിപ്തമാണ്. എന്നാൽ ബാക്കി 3 ശുശ്രൂഷകൾ ദൈവമക്കൾക്കും കൂടെ ദൈവം അഭിഷേകം ചെയ്യപ്പെടുവാനിടയായി തീർന്നു. ദൈവിക ശുശ്രൂഷ പഴയ നിയമ പുസ്തകത്തിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ, ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ്, എല്ലാ അധികാരങ്ങൾ, ഓൾ അതോറിറ്റീസ്, എസ്പെഷ്യലി in spiritual activities, goes to only priest or pastors. Means നമ്മുടെ എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റീസും ഗോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഡ് ചെയ്തിരുന്നത് പുരോഹിതന്മാർ മാത്രമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ദൈവവചനം വ്യക്തമായി പറയുന്നു, 2 ശുശ്രൂഷകൾ മാത്രം ദൈവദാസന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുമ്പോൾ, 1 അപ്പോസ്തലന്മാർ, അത് ദൈവദാസന്മാർക്ക് നിക്ഷിപ്തമാണ്. 2 എന്ന് പറഞ്ഞ ഇടയന്മാർ, ഇതും ദൈവദാസന്മാർക്ക് നിക്ഷിപ്തമാണ്. പക്ഷേ ബാക്കി 3 ശുശ്രൂഷകൾ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഉപദേശകന്മാർ, ഈ 3 വിധമായ ശുശ്രൂഷയും ഓരോ ദൈവമക്കൾക്കും ദൈവം അവകാശമായി നൽകിയതാണ്. യേശു കർത്താവിന്റെ മരണത്തിൽ സംഭവിച്ച ഒരു അതിപ്രാധാന്യ കാര്യം എന്ന് പറയുന്നത്, യെരുശലേമിലുള്ളതായ തിരശീല 2ആയി വിഭാഗിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന്മാർക്ക് വർഷത്തൊരിക്കൽ മാത്രം പോകുവാൻ അവസരം കൊടുത്ത ആ അവസരം
പുതിയ നിയമ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഡയറക്റ്റായി പോകുവാനുള്ള ഒരു അവകാശം ആ ഒരു തിരശീലയിലൂടെ ലഭ്യമായി എന്ന് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഓർക്കണം, ഈ പഴയ നിയമ കാലഘട്ടത്തിൽ പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം ദൈവത്താൽ നിക്ഷിപ്തമായിരുന്ന ഈ അധികാരവും അവകാശവും ദൈവ മക്കൾക്ക് നൽകുവാനിടയായി തീർന്നു. പക്ഷേ പഴയ നിയമത്തിൽ ദൈവം അങ്ങനെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അന്ന് റിവീൽഡ് ആവാത്ത പല കാര്യങ്ങളും യേശു കർത്താവ് പലപ്പോഴും വെളിപ്പെടുത്തിയതായി കാണുന്നു. അങ്ങനെ ഒരു അനുഭവമാണ് ഇവിടെ ആസാബിന്റെ ജീവിതത്തിൽ വരുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ഇതിനകത്ത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ദൂത്, സഭയോട് പറയുന്ന ദൂത് എന്നെ ഏൽപ്പിച്ച് ഇങ്ങനെയാണ്: നമ്മളിൽ തന്നെ ചില ശുശ്രൂഷകൾ ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമ്മളിൽ ചിലർ ദൈവം പ്രവാചകന്മാരായി നിയമിച്ചിരിക്കുന്നു. നമ്മളിൽ ചിലർ ഉപദേശകന്മാരെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മളിൽ ദൈവം സുവിശേഷകന്മാരായി ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് പലപ്പോഴും നാം തിരിച്ചറിയുന്നില്ല. പക്ഷെ ചിലപ്പോൾ ഒരു വ്യക്തിയോട് പറയുമ്പോൾ തന്നെ അവർ യേശുവിനെ അറിയുന്നുണ്ടെങ്കിൽ ഓർക്കണം, കർത്താവിന് അഭിഷേകം ചെയ്തൊരു സുവിശേഷകനായിട്ടാണ്. നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ ആ സ്തോത്രം, ചിലപ്പോൾ നാം ചില സ്വപ്നങ്ങൾ കാണുന്ന അതുപോലെ സംഭവിക്കാറുണ്ട്. ദൈവം ചില പ്രവചന ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ നിയമ വിശ്വാസികളായ നാം ആഗ്രഹിക്കേണ്ടത് ഒരു പ്രവാചകന്റെ ശബ്ദത്തെക്കാളും, ഒരു പ്രവാചകൻ വരുമ്പോൾ എത്ര രൂപ ചെലവാക്കി നമ്മൾ ബസ് പിടിച്ച് കാർ പിടിച്ച് എന്ത് ചെയ്യും? നമ്മൾ നാടുകളിൽ നമ്മൾ പോയി ചെന്ന് പ്രവചനം കേൾക്കാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നു, നമ്മളിൽ ഒരു പ്രത്യേകം ഒരു അഭിഷേകം ദൈവം നൽകപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രവാചകന്റെ ശബ്ദത്തിന് മുമ്പിൽ കീഴ്പ്പെടുന്ന നല്ലതാണ്. പക്ഷെ അതിനേക്കാളും ഏറെ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഈ കാലയളവിൽ കർത്താവിന് എന്നോട് ഡയറക്റ്റായി എന്തെങ്കിലും പ്രവചന ശബ്ദമായി സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നാം ഈ ദിവസങ്ങളിൽ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് നിലനിൽക്കുകയും ചെയ്യുന്ന ദൈവമക്കളാണല്ലോ. നമ്മെ ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഒരൊറ്റ കാരണം തന്നെ ആ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകളെ ചെയ്യുവാൻ നമ്മെ വിളിച്ചു വേദിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ പറയുന്നു. ഈ ദൈവത്തിന്റെ വിളിയെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയുന്നു. അങ്ങനെ ഒരു വിളി ആസാബിന്റെ മേലുണ്ടായിരുന്നു. കാരണം ഈ സംഭവം നടക്കുന്ന ഈ ആസാബ്, അല്ലെങ്കിൽ ഈ ചരിത്രം എഴുതുന്നത് BC 586 പക്ഷേ BC 70 നടക്കേണ്ട യെരുശലേമിന്റെ പതനത്തെ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ ആസാബ് ഈ സങ്കീർത്തനം രചിക്കുവാനിടയായി തീരുന്നത്. നന്നായിരിക്കുന്ന യെരുശലേമിന്റെ പതനത്തിൽ നിന്നുകൊണ്ട് അതിനകത്ത് നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ആത്മാവിൽ കാണുന്നേ. അപ്പോ ഓർക്കണം, ഇവിടെ ഒന്നാമത്തെ നിലവിളി എന്ന് പറയുന്നത് ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ ജീവിച്ച് സ്വയമായി ചില കേസസ്, ചില ശാപങ്ങൾ ഏറ്റുപിടിച്ച് അതിനിടയിൽ നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനം. അങ്ങനെയാണോ നമ്മൾ ഓരോരുത്തരും? അങ്ങനെയാണെങ്കിൽ നമ്മൾ നിശ്ചയമായി തിരിഞ്ഞു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ ഇത് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ കണ്ടുകൊണ്ട് ഭയന്ന് ദൈവത്തോട് നിലവിളിച്ച് നിൽക്കുന്ന വേറൊരു കൂട്ടം ജനം. ഒന്ന്, ശാപത്തിന്റെ ഉള്ളിൽ നിന്ന് നിലവിളിക്കുന്ന ജനം. 2, ഇത് കണ്ടുകൊണ്ട് seeing this another group of people cried out to God in fear. ഇത് കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഈ അല്ലെങ്കിൽ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനം, രണ്ടാമത്തെ ജനം. മൂന്നാമത്തെ ജനം എന്നാണെന്നറിയാമോ? അതിൻ്റെ അല്ലെങ്കിൽ സ്തോത്രം അവസാന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം ദൈവത്തിന്റെ പരിപാലനത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ വ്യക്തികളുടെ സ്ഥിര സ്വഭാവത്തിലുള്ള നിലവിളി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിന്നുകൊണ്ട് ദൈവത്തെ ഏത് വന്നാലും ഒരുപോലെ നിലവിളിക്കുന്ന ദൈവജനം. അപ്പൊ 3 കൂട്ടം ദൈവജനമാണ് ആസാഫ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഓർക്കണം,
ഈ ലോകത്തിൽ ഏത് വിഷയങ്ങൾ വന്നാലും എക്കാലത്തിലും ഈ 3 കൂട്ടം ജനമുണ്ട്. ഒന്ന്, ദൈവത്തെ അറിയുന്നവരെ പറ്റിയാ പറയുന്നേ. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിച്ച് ഉള്ള ശാപങ്ങളെല്ലാം മേടിച്ച് ശാപത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനം അങ്ങനെ നിലവിളിക്കുന്നു. ആ ശാപം നിൽക്കുമ്പോൾ ഓർക്കണം, അവർക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സവുമില്ല. സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സവുമില്ല. ചില ശാപങ്ങൾ പൊട്ടിയില്ല എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സവും ഇല്ല. കാരണം അത് ലോകത്തിലുള്ള കാര്യമാണ്. വിശ്വസ്തയോട് വിശുദ്ധിയോട് ജീവിച്ചാൽ മതി. പക്ഷേ ഇവിടെ പറയുന്നു, ആ കേഴ്സസിൽ നിന്നും, ആ ശാപത്തിൽ നിന്നും നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനം. രണ്ടാമത്തെ കൂട്ടം ജനം ഇത് കണ്ടുകൊണ്ട് ഭയന്ന് ദൈവത്തെ നിലവിളിക്കുന്നു, ഭയം ഉള്ളിൽ വന്നിട്ട്. പക്ഷെ മൂന്നാമത്തെ ഒരു കൂട്ടം ഭയമുണ്ടെങ്കിലും സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഒരുപോലെ നിലവിളിക്കുന്ന ദൈവജനം. ഈ 2 കൂട്ടരെയും നമ്മൾ ഈ ദിവസങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ പ്രിയപ്പെട്ട ദൈവജനം, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് സഭയോട് ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത ചില ശാപങ്ങൾ നമ്മുടെ കുടുംബത്തെ വാണരുന്നുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൂടെ നാം നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ദൈവത്താൽ അത് പുറത്തു വരുവാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ആ വിഷയത്തോട് പ്രഖ്യാപിക്കണം, ഇൻ ദ നെയിം ഓഫ് ജീസസ് വി വിൽ ഔട്ട് ഫ്രം ദ ഓൾ പ്രോബ്ലംസ്. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവിന്റെ കൃപയാൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. നമ്മളത് പറഞ്ഞിരിക്കണം. ചില വിഷയത്തോട് നാം പറയണം, കർത്താവ് എന്റെ വിഷയം ഇതാണ്. പക്ഷേ പലപ്പോഴും ചെവിയിൽ വന്ന് മന്ത്രിക്കും, ഈ വിഷയത്തിനകത്ത് പരിഹാരമില്ല. ചില വിഷയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിന്മേൽ വിഷയം, നിരാശമേൽ നിരാശ, ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട പല സാഹചര്യങ്ങൾ ഇടിച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ, പിന്നെയും പിന്നെയും പ്രയാസങ്ങൾ ഏറി വരുമ്പോൾ ആ ശാപത്ത് നിന്നും വിമോചനം പ്രാപിച്ചു വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനിടയിൽ നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനം. രണ്ടാമത്തെ പറയും, ദൈവത്തെ ഭയന്ന് നിലവിളിക്കുക. കർത്താവേ, ഞാനിത് ചെയ്തില്ല എങ്കിൽ ദൈവം എന്നെ അടിക്കുമെന്നുള്ള ഭയത്തിൽ നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനം. ദൈവമക്കളുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ മൂന്നാമത്തെ കൂട്ടർ അങ്ങനെയല്ല കേട്ടോ. മൂന്നാമത്തെ കൂട്ടരുടെ പ്രത്യേകത എന്ന് പറയും, നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിന്റെ 12-ാമത്തെ വാക്യം, 12-ഉം 13-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്ദിച്ച നിന്നയെ 7 ഇരട്ടിയായ അവരുടെ മാർവിടത്തിലേക്ക് പകരം കൊടുക്കണം. ഇതൊരു പഴയ നിയമത്തിലെ ചിന്തയാണ്, നമ്മളത് ചിന്തിക്കേണ്ട. ഇത് പഴയ നിയമ പ്രമാണത്തിൽ ഉൾക്കൊള്ളുന്നു പറയുന്നത്. പക്ഷെ അടുത്ത വാക്യം വായിച്ചു നോക്കേ. എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. മതി, ഇവിടെ ശ്രദ്ധയോടെ കേൾക്കണം. എന്നേക്കും സ്തോത്രം ചെയ്യുന്നു പറഞ്ഞ സ്ഥിരമായ സ്തോത്രത്തിലും സ്തുതിയിലായിരിക്കുന്ന ഒരു ദൈവജനം. അവിടെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴല്ല, പ്രയാസം വന്നപ്പോഴല്ല, നിരാശ വന്നുകൊണ്ടല്ല, ഭയമുള്ളതായതുകൊണ്ടല്ല. ദൈവത്തെ ഭയന്നല്ല അവർ ആരാധിച്ചത്, അവർ സ്നേഹത്തിൽ അവർ ആരാധിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്തോത്രം, അമ്മമാർ മാത്രമുള്ള ആ ഭവനത്തിനകത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില കുറുമ്പുകളൊക്കെ കാട്ടുവാലും അപ്പൻ വന്നാൽ ഓടി എന്ത് ചെയ്യും, പെട്ടെന്ന് ആ കുറുമ്പുകളൊക്കെ നിർത്തും. പക്ഷേ അല്പം കൂടെ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനത്തിലും സ്നേഹത്തിലും ഭയക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെത്ര ദൂരമായാലും അപ്പനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾക്കും അപ്പനും അമ്മയും ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ കൃത്യനിഷ്ഠയോടെ, ഈവൻ മരണപ്പെട്ടു പോയാൽ പോലും അവരുടെ വാക്കുകൾക്ക് സ്നേഹത്തോടെ വില കൊടുക്കുന്ന ചില മക്കളെ കാണും. അപ്പോൾ ഓർക്കണം, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തെ ഭയന്ന് നിലവിളിക്കുവാനല്ല, ദൈവം എന്നെ അടിക്കുമെന്ന ചിന്തയോടെ അല്ല, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചു എന്ന സ്നേഹത്തെ ഓർത്ത് ഇവിടെ എങ്ങനെ പറയുന്നത്, നിരന്തരമായി ദൈവത്തെ സ്തുതിക്കുന്നു. നിരന്തരമായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നിരന്തരമായി ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ കഷ്ടതയിലാകുന്ന, ശാപത്തിലായ എന്ന് പറഞ്ഞാൽ BC 70 കാലഘട്ടം അറിയാം. യഹൂദന്മാർ വിചാരിക്കാതെ തന്നെ യഹൂദന്മാരുടേതായ ശിരച്ഛേദനങ്ങളും അവരുടെ മരണവും നിലവിളിയും വല്ലാത്തതായിരുന്നു. കാരണം ശാപത്തിന്റെ ഉള്ളിൽ നിന്ന് അവർ ദൈവത്തോട് നിലവിളിച്ചു. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ശാപത്തിനകത്തൊന്നുമല്ല, ഏതൊക്കെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നിരന്തരമായി ദൈവത്തോട് നിലവിളിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ദാനിയേലിനെ പറ്റി പറയുന്നു, ദാനിയേൽ ചെയ്തു വന്നതുപോലെ 3 വട്ടം യെരൂശലേമിന്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവസന്നി മുഴങ്കാൽ മടക്കിയ ഒരു ദാനിയേലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി ജീവിക്കും. വിഷയങ്ങൾ എന്തൊക്കെ തന്നെ വരട്ടെ, ഇല്ലാതിരിക്കട്ടെ. ചിലപ്പോൾ ചിലർക്ക് വിഷയങ്ങൾ വരുമ്പോൾ ദൈവത്തോട് നിലവിളിക്കും, ചില ഭാരം വരുമ്പോൾ ദൈവത്തെ നിലവിളിക്കും, കരയും. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എവിടെ പോയി, അങ്ങയുടെ കൃപ എവിടെ പോയി? പക്ഷേ ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് നല്ല ആരോഗ്യമുള്ള സമയത്ത്, ഇത് നമ്മുടെ നല്ല ആരോഗ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് കടന്നു വന്നത്. ഈ ദൈവജനങ്ങൾ വിവിധമായ മാധ്യമങ്ങൾ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളോട് പരിശുദ്ധ പറയും, നിങ്ങളുടെ നല്ല ആരോഗ്യമുള്ള സമയമാണ്. വേദന ഉണ്ടായിരിക്കും, രോഗങ്ങളുടെ പ്രയാസം എന്തൊക്കെ ഉണ്ടായിരുന്നാലും കർത്താവ് നമുക്ക് ഇത് ശ്രവിക്കുവാനുള്ള ഒരു അനുഭവം കർത്താവ് നിർത്തിയെങ്കിൽ ഇത് ആരോഗ്യമുള്ള അനുഭവമാണ്. ഇവിടെയും ദൈവസ്ഥനെ സ്തുതിക്കുന്നവരായിരിക്കണം. നിരന്തരമായി ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമേലിരിക്കും. ചില വിഷയങ്ങൾ കടന്നു വന്ന് ദൈവത്തെ നിലവിളിക്കുന്നതിനേക്കാളും, ചില വേദനകൾ വന്ന് അവിടെയും ഹല്ലേലൂയ സ്തോത്രം, നിരാശയിലായിക്കൊള്ളട്ടെ സന്തോഷത്തിലായിക്കൊള്ളട്ടെ, നാം ദൈവത്തെ നിരന്തരമായി ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ അടുക്കള ജോലികളിൽ, നമ്മുടെ മറ്റുള്ളതായ നിരന്തരമായ സ്കൂളുകളിൽ, കോളേജുകൾ, എവിടെയായിക്കൊള്ളട്ടെ, നമ്മുടെ വായികൾ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരന്തരമായ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തേണ്ട ജനങ്ങൾക്ക് വേണ്ടി അതിന്റെ 13ാമത്തെ അവസാന വേദഭാഗം പറയുന്നു. അടുത്ത് വായിക്കാം. സ്തോത്രം ചെയ്യും. അടുത്ത വാക്യം എന്താണ്? തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. വളരെ ഇമ്പോർട്ടൻസാ. ഹല്ലേലൂയ. അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ തലമുറ മുഴുവൻ ഞാൻ ആരാധിച്ചെൻ്റെ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻസാ. ഇന്ന് അല്ലെ ഒരു കൂട്ടം ജനം തലമുറകൾ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പലരുടെയും തലമുറകൾ തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ നിരന്തരമായി ഏതൊക്കെ വിഷയത്തിനകത്ത്, ഏതൊക്കെ പ്രയാസത്തിനിടയിൽ ദൈവത്തെ നിരന്തരമായി നിലവിളിക്കുന്ന തങ്ങളുടേതായ തലമുറകൾ ഒരിക്കലും തെറ്റിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ സ്വയമായി പറയുകയാണ്, എൻ്റെ തലമുറകൾ എന്ന് പറഞ്ഞ അവർ കാണാത്ത തലമുറയെ പോലും ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ തലമുറയായി എൻ്റെ കർത്താവിനെ ആരാധിക്കും. ഇന്ന് പകൽക്കാലം തലമുറയായി 7 തലമുറയോളം ദൈവത്തെ ആരാധിക്കേണ്ട, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ട ഒരു തലമുറയ്ക്കകത്ത്, കുടുംബത്തിനകത്ത് ജനിക്കപ്പെട്ടുവെങ്കിലും തലമുറയ്ക്കകത്ത് ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടുവാൻ കഴിയാതെ, നിരാശയും സന്തോഷത്തിൻ്റെതായ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ ഏതെങ്കിലും ശാപത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന അനുഭവമാണെങ്കിൽ നമുക്കൊന്ന് പ്രഖ്യാപിക്കണം, ഹൃദയംഗമായി വായി കൊണ്ട് പറയണം, കർത്താവേ, ഞാൻ ദൈവത്തെ ആരാധിച്ചവനാണ്, ഞാൻ ദൈവത്തെ ആരാധിച്ചവളാണ്. എൻ്റെ തലമുറയായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ നാളുകളായി കെട്ടിവെച്ചിരിക്കുന്ന ചില ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് എത്ര പേർക്കും നിരന്തരമായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. അതിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആധരങ്ങളെ തുറന്ന് നിരന്തരമായി ദൈവത്തെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർക്കണം, നാം നിരന്തരമായി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതിരുന്നാൽ നമ്മുടെ തലമുറകൾ ദൈവത്തിൽ നിന്നും അകന്നു പോകേണ്ട, പിശാചിന്റെ കരവലയത്തിന്റെ പദ്ധതിക്ക് അകത്തു പോകേണ്ട ചില സാഹചര്യങ്ങൾ പിശാച് ഒരുക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നിരന്തരമായി ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ, നിരന്തരമായി ദൈവത്തെ സ്തുതിക്കട്ടെ. നിശ്ചയമായി നമ്മുടെ തലമുറയായി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുവാനിടയായി തീരും. ഈ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ ആനയിക്കട്ടെ. ഈ വചനപ്രകാരം നമ്മെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ശ്രവിച്ചുകൊണ്ടിരിപ്പാൻ കർത്താവ്